എന്താണ് 2005 ഞാൻ പറഞ്ഞത്, അഞ്ച് കാലഘട്ടത്തിൽ ചെയ്ത സാധനം 2015 വരെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എൻ്റെ പേര് ഒന്ന് നെറ്റിൽ വരാൻ രജിസ്റ്റർ ആവാൻ വേണ്ടി. ഫ്രണ്ട്സും ഞാൻ വളർന്നൊരു എക്കോസിസ്റ്റവും ഞാൻ ഇവോൾവ് ചെയ്തൊരു എക്കോസിസ്റ്റവും എല്ലാം മ്യൂസിക്കിനകത്തായിരുന്നു. സോ ഡിസൈഡ് ചെയ്തു ഇതിലോട്ട് തിരിയാം. അന്നൊരു ഡിലമയായിരുന്നു ആക്ച്വലി. ആരും പൈസ തന്നിട്ടില്ല, കേരള ഗവൺമെൻറ് തന്നിട്ടില്ല, ചാനൽ തന്നിട്ടില്ല, ആരും തന്നിട്ടില്ല. ഇതൊരു ഫ്രീ സോങ് ആണ്. അന്ന് ഗാനമേള കോമ്പറ്റീഷൻ വരുന്നു കോളേജിൽ. എന്നെ സെലക്ട് ചെയ്യുന്നു ഗാനമേള ടീമിലേക്ക്. ആ ഗാനമേള ടീമിൻ്റെ തലവനാണ് ബാലഭാസ്കർ. അപ്പം ഞങ്ങൾ ഒന്ന് കാസറ്റ് കളക്ഷൻ ആയിരുന്നു. ചെറിയ പരിപാടി കിട്ടുന്ന പൈസ കൊണ്ട് കാസറ്റ്സ് മേടിക്കുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. ഞാൻ ഇവിടെ നിന്ന് ആറ്റിങ്ങിലൊക്കെ പോകും, ഒരു കാസറ്റ് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് പോകും. അതുവരെ ആസ് എ മ്യൂസീഷ്യൻ എൻ്റെ ഒരു ബർത്ത് പ്ലേസ് ആയിട്ട് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി കോളേജിൽ. മാൻകൈൻഡ് സിനിമാസ് പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉള്ളത് ഒരു മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസ് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം സിംഗറാണ്, മ്യൂസിക് കമ്പോസറാണ്, മൾട്ടിപ്പിൾ ഇൻസ്ട്രുമെൻറ്റ്സ് പ്ലേ ചെയ്യും. ചേട്ടാ, മാൻകൈൻഡ് സിനിമാസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. പല ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പൊതുവെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യുന്നത് 2018 ഫ്ലഡ് വന്നപ്പോൾ നന്മയുള്ള ലോകമേ കാത്തിരുന്ന് കാണുക ആന്തം ചെയ്തായിരുന്നു. ആൻഡ് ഇറ്റ് ബിക്കെയിം സോ പോപ്പുലർ. എനിക്ക് തോന്നുന്നു ഇന്ത്യ മൊത്തം ശ്രദ്ധിക്കപ്പെട്ട ഒരു മലയാളികളുള്ള എല്ലായിടത്തും. അപ്പോൾ ആ ഒരു കോമ്പോസിഷനിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ദുർഘടഘട്ടമാണല്ലോ ലൈഫിൽ എല്ലാവർക്കും. ആ സമയത്ത് ഞാൻ ആക്ച്വലി ചെന്നൈയിലായിരുന്നു. അതിന് മുന്നേ ചെയ്ത പാട്ടാണ് ആക്ച്വലി. നമ്മൾ ഫ്ലഡൊക്കെ വരുന്ന സമയത്ത് ചെയ്ത പാട്ടാണ്. അത് കൊറോണ കാലത്താണ് ഹിറ്റായതെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ രണ്ടും ഒരു ദുരിതം പിടിച്ച അവസ്ഥയായിരുന്നു നമുക്കെല്ലാവർക്കും. ലോകം മൊത്തം ഷട്ട് ഡൗൺ ചെയ്യുന്നു, പരസ്പരം ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ. അപ്പോൾ അത് നമുക്ക് എന്തു പറയാൻ, നമ്മൾ തിരിച്ചു വരും എന്നൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് എല്ലാവരും ജീവിച്ചത്. നമ്മുടെ എത്രയോ സുഹൃത്തുക്കൾ മരിച്ചുപോയി. പക്ഷേ ആ ടൈമിൽ നമുക്കൊരു ആസ് എ മ്യൂസീഷ്യൻ എനിക്ക് എൻ്റെ ഫീലിങ്സ് പറയാൻ പറ്റുന്ന തരത്തിലൊരു സൃഷ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷമാണ്. അത് ആക്ച്വലി ഒരു ചാനലുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതാണ് ആ സോങ്. അത് പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എഴുതി വരി അയക്കുന്നു, ഞാനത് പാടി 15 മിനിറ്റിൽ അയക്കുന്നു. അത് ജസ്റ്റ് എന്താ പറയുക, അതൊരു കൊമേഴ്ഷ്യൽ നോർമലി ഇപ്പം ഒരു ചാനലിൽ നിന്ന് വിളിക്കുകയാണ്, നമ്മൾ എമൗണ്ട് പറയും, ഇത്ര രൂപ വേണമെങ്കിലെങ്കിലും ചെയ്യുള്ളൂ. മറ്റേത് അതല്ലല്ലോ, നമ്മൾ ഫീലിങ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പണ്ട് തൊട്ടേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ചെന്നൈ ജീവിക്കുമ്പോൾ എപ്പോഴും കാണാറുണ്ട്, ഞാനൊരു തമിഴനാണ്, ഞാൻ തമിഴുണ്ടാന്ന് പറയുമ്പോൾ ഒരു സ്പിരിറ്റ് ഉണ്ട് അവർക്ക്. പക്ഷെ നമ്മൾ നോർമലി ഞാനൊരു മലയാളിയുടെ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ചിരിക്കുന്നില്ലേ, അതുപോലെ എല്ലാം ചിരിക്കും. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മലയാളിയാണ്. ഒബ്വിയസ്ലി നമ്മൾ പ്രൗഡ് മലയാളീസാണ് എല്ലാവരും. അപ്പം നമുക്ക് ആ പറയാൻ പറ്റുന്ന ഒരു സ്ഥലം എനിക്ക് പാട്ടാണല്ലോ. സോ എനിക്ക് പറയാൻ പറ്റി, അത് ഒരുപാട് പേരെടുത്ത് അത് കണക്റ്റ് ആയെന്നുള്ളതാണ്. സോ ആസ് എ മ്യൂസീഷ്യൻ ഞാൻ അതിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ആ പാട്ടിൻ്റെ ഒരു ജനനം. ചെന്നൈയിലായിരുന്നു. ചെന്നൈയിലുള്ളപ്പോൾ കുറച്ചുകൂടെ സ്പിരിറ്റ് കൂടുതൽ, നമ്മളൊരു പ്രവാസിയാണ്, ഇനി നമുക്ക് കാണൂല്ലെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു സ്പിരിറ്റോട് കൂടി ആ ഫ്ലഡ് ടൈമിൽ ചെയ്തതാണ്. ആഫ്റ്റർ ദാറ്റ് കൊറോണ ടൈമിലേക്ക് അത് ഭയങ്കര വൈറലായി. ബിക്കോസ് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി അത് ഷെയർ ചെയ്യും, ആരോഗ്യമന്ത്രി ഷെയർ ചെയ്യുന്നു, ഒരുപാട് പ്രമുഖരെ അത് ഷെയർ ചെയ്യും. പിന്നെ അത് നല്ല യൂസ് ആയിട്ടുണ്ട് ട്രോളർമാർക്കും. അതെ, ഏറ്റവും കൂടുതൽ ട്രോളർമാരെ ഏറ്റെടുത്ത പാട്ടും കൂടെ ആയിരുന്നു. ഇല്ലില്ല, ഞാൻ ഒരുപാട് സിനിമകൾ മ്യൂസിക് ചെയ്യുമ്പോഴും നമുക്ക് എപ്പോഴും പറയും, ഇത് എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഇപ്പോൾ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് സോങ് ഇപ്പോൾ കരളുറപ്പുള്ള കേരളം. പക്ഷേ നമ്മൾ വളരെ എന്താ പറയാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇതെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാനൊരു ഒരു ഹിറ്റ് ആവുമെന്നോ അല്ലെങ്കിൽ ആൾക്കാരുടെ ഒക്കെ എത്തുമെന്നോ എന്നുള്ളത്, നമ്മുടെ ഒരു ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുക, നമ്മുടെ ഇമോഷൻ അതിൽ കൺവേ ചെയ്യുക എന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റായിട്ട് വർക്കൗട്ടായി. ഇത് കേരള ഗവൺമെന്റിന് വേണ്ടി ചെയ്തതല്ല, ശരിക്കും എല്ലാവരും അങ്ങനെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ആരും പൈസ തന്നിട്ടില്ല, കേരള ഗവൺമെൻറ് തന്നിട്ടില്ല, ചാനൽ തന്നിട്ടില്ല, ആരും തന്നിട്ടില്ല. ഇതൊരു ഫ്രീ സോങ് ആണ്. പിന്നെ ഞാനത് എൻ്റെ ചാനൽ വഴിയാണ് അത് റിലീസ് ചെയ്തത്. അപ്പോൾ അത് ബിലോങ്സ് ടു മൈ സോങ്. എൻ്റെ കോപ്പിറൈറ്റും നമ്മുടെ ഇതിനകത്തായിരിക്കും. ബിക്കോസ് ആ ടൈമിലാണ് ഞാനൊരു ആർട്ടിസ്റ്റാണ്. അപ്പം എനിക്കൊരു ഓഡിയോ റിലീസിങ് അറിയില്ല, അതിൻ്റെ കോപ്പിറൈറ്റ് സാധ്യതകൾ എന്തൊക്കെയാണ്, ഒരു ആർട്ടിസ്റ്റിന് അത് എങ്ങനെയൊക്കെ ഗുണകരമാവും. സോ അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് ഗഹനമായി പഠിക്കാൻ പറ്റി. സോ എന്താ പറയുക, ഒരു 4-5 വർഷത്തെ റിസർച്ച് കൊണ്ട് നമുക്ക് ഓഡിയോ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇവിടെ ഇന്നേക്ക് മീൻസ് സോഴ്സസ് ഉണ്ട്, ഇൻകം കിട്ടും. പിന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കുമ്പോൾ എന്താണ് മെറ്റാഡേറ്റയുടെ ഒരു ഇമ്പോർട്ടൻസ്,
അതൊക്കെ ആക്ച്വലി എനിക്ക് ഈ സോങ്ങാണ് എന്നെ പഠിപ്പിച്ചത് ആക്ച്വലി. സോ എൻ്റെ ഹൃദയത്തിൽ ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേക ഇടവും കൂടെ ഉണ്ട്. ചേട്ടൻ്റെ മ്യൂസിക് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് 3 വയസ്സുള്ളപ്പോൾ മുതലാണ് എന്നാണ് പറയപ്പെടുന്നത്. അത് ആക്ച്വലി അതെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ തന്നെ പാട്ടുണ്ടായിരുന്നു. അച്ഛൻ മ്യൂസീഷ്യനാണ്. അപ്പോൾ അച്ഛൻ പഠിക്കുന്ന സമയത്ത് എന്നെ കൂടെ കൊണ്ടുപോകുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ പാട്ട് കേട്ട് തുടങ്ങിയാണ്. അപ്പോൾ കുഞ്ഞുനാൾ മുതൽ ഒരു പാട്ട്, സംഗീതമാണ് മെയിൻ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയല്ല എന്നുള്ളതായിരുന്നു. അത് കൊച്ചുനാൾ മുതൽ അങ്ങനെയായിരുന്നു. സോ ഒരു ഡിഗ്രിയൊക്കെ കഴിയുന്ന ശേഷവും ഞാൻ സുവോളജി ആയിരുന്നു പഠിച്ചത്. പക്ഷേ ആ സമയത്ത് പോലും പിന്നെ എന്താണ് ഒരു പ്രൊഫഷൻ ഡിസൈഡ് ചെയ്യാൻ ഞാനൊരു LDC ഒക്കെ ആവുന്ന വിചാരിച്ച് വന്ന ആളാണ്. പിന്നെ ഫ്രണ്ട്സും ഞാൻ വളർന്നൊരു എക്കോസിസ്റ്റവും ഞാൻ ഇവോൾവ് ചെയ്തൊരു എക്കോസിസ്റ്റവും എല്ലാം മ്യൂസിക്കിനകത്തായിരുന്നു. സോ ഡിസൈഡ് ചെയ്തു ഇതിലോട്ട് തിരിയാം. അന്നൊരു ഡിലമയായിരുന്നു ആക്ച്വലി. എന്താവും, നമ്മൾ ജോലി ചെയ്യണോ, എല്ലാവരും കോമൺ മാൻ ചെയ്യുന്നത് പോലെ നമ്മൾ അത് സമ്പാദിക്കണം, വീട് നോക്കണം. അന്ന് അനിയത്തി കല്യാണം കഴിഞ്ഞിട്ടില്ല, അനിയത്തി കെട്ടിക്കണം, എനിക്ക് വീട് വയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ ഒരു ഏണിങ്സ് വേണം. ഇതൊരു പാരലൽ വഴിയായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ രണ്ടും കൽപ്പിച്ചെടുത്ത് ഒറ്റ ചാട്ടങ്ങ് കുളത്തിലോട്ട് ചാടിയതാണ്. യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്. അപ്പം ഒരു പ്ലേ ബാക്ക് സിംഗർ ഉണ്ട് ഉള്ളിൽ നിന്ന് ആദ്യമായിട്ട് പറഞ്ഞു തരുന്ന ആരാ? ഞാൻ തന്നെ, എന്നോട് പണ്ടേ പറയുമായിരുന്നു. ഞാൻ തന്നെ എന്നെ വിളിക്കുന്നത് വിമൽ കുമാർ എന്നായിരുന്നു. ശരിക്കും അന്ന് കുഞ്ഞുനാൾ മുതൽ പാട്ടുകാരൻ എന്നൊരു ലേബലുണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ UP സ്കൂളിൽ LP സ്കൂൾ തൊട്ട്. അപ്പം അതങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനോട്ട് നമ്മൾ എന്തോ പറയുമല്ലോ, ഇതിങ്ങനെ നമ്മളെ കാലം അങ്ങനെ വഴിയിലട്ടങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഒരു ഗാനമേളയിൽ എങ്ങനെയെങ്കിലും പാടണം, ഒരു മലയാളം പാട്ടൊക്കെ പാടണം. അമ്മേ അമ്മേ അതൊക്കെ പാടാമല്ലോ. പാതിര പുള്ളുണർന്നു അങ്ങനെയുള്ള പാട്ടൊക്കെ ഉണ്ടായ സമയമാണ് നമ്മൾ 10ാം ക്ലാസ് പഠിക്കണം. അപ്പോൾ ഒരു മലയാള സിംഗർ ആവണം എങ്ങനെയെങ്കിലും. അപ്പോൾ ഞാൻ പലയിടത്തും ആ ചാൻസൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ബന്ധുവുണ്ട്, പുള്ളിയുടെ അടുത്ത് ഞാൻ രാകേഷ് എന്ന പേര്, പുള്ളിയുടെ അടുത്ത് ഞാൻ എങ്ങനെയെങ്കിലും വകുപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി പഠിക്കണം. അന്ന് ഡിഗ്രി ലാസ്റ്റ് ബാച്ചാണ് ഞാൻ ആർട്സ് കോളേജിൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട്. അപ്പം അവിടെ ഒരു അൻവർ സാദത്തിൻ്റെ ഗാനമേള നടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് കോളേജിൽ പാടുന്ന ഒരാൾക്ക് അവസരം കിട്ടും. അന്ന് ഞാൻ കോളേജിൽ ലൈറ്റ് മ്യൂസിക്കിനൊക്കെ വിൻ ചെയ്യുന്ന ടൈമാണ്. അപ്പം ആരെ പറഞ്ഞ് ഈ പയ്യനുണ്ടൊന്ന് പാടിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഗാനമേള കയറി പാടുന്നു, കൺഫ്യൂഷൻ തീർക്കണമേ. അപ്പോൾ എല്ലാവരും വന്ന് ഭയങ്കര അപ്രിസിയേഷൻ, ഭയങ്കര പാട്ടാണല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ കൊള്ളാമല്ലോ, ഞാനും കൊള്ളാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഗാനമേളയ്ക്ക് ഞാൻ ഓക്കെയാണ് എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഡ്രീമി ആയിട്ട് ഗാനമേള, അത് കഴിഞ്ഞിട്ടിപ്പോഴാണ് യൂണിവേഴ്സിറ്റി കോളേജിലോട്ട് പോകണം. ഇവിടെ വിൻ ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു. ഒരു പാട്ടുകാരൻ പയ്യൻ വരുന്നുണ്ട്, ഡിഗ്രിക്ക് സുവോളജിയിൽ വരുന്നുണ്ട് വന്നിട്ട്. അന്ന് ഗാനമേള കോമ്പറ്റീഷൻ വരുന്നു കോളേജിൽ. എന്നെ സെലക്ട് ചെയ്യുന്നു ഗാനമേള ടീമിലേക്ക്. ആ ഗാനമേള ടീമിൻ്റെ തലവനാണ് ബാലഭാസ്കർ. ഞാൻ അന്ന് ചെണ്ട വായിക്കും, ഇപ്പോഴും ചെണ്ട വായിക്കും. വൃന്ദവാദ്യം ടീമിൽ ഒരു ഫ്ലൂട്ടിസ്റ്റ് മാറി, അല്ലെന്ന് പുള്ളി മരിച്ചുപോയി. ഫ്ലൂട്ട് വായിക്കുന്ന ആൾ മാറിയപ്പോൾ ഞാൻ ടീമിലെ അത്യാവശ്യം തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ എൻ്റെ സനിൽ കലാപീഠം എന്ന് പറയും, എൻ്റെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്. അവൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് പഞ്ചവാദ്യം വായിക്കാൻ വിളിക്കും, ഇടക്കൊട്ടി പാടുമ്പം താളം ഇടാൻ വിളിക്കും. പിന്നെ അവ അഷ്ടപതി പാടുമ്പോൾ കൂടെ പാടാൻ നിർത്തും. അങ്ങനെ ഞാൻ ഇങ്ങനെ ഉത്സവങ്ങളിൽ പഞ്ചവാദ്യമൊക്കെ വായിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ഒരു 250 രൂപ 150 രൂപയ്ക്ക് പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു ആ സമയത്ത് കിട്ടുമായിരുന്നു. അപ്പോൾ അവൻ്റെ ഒരു അപ്പോൾ ഞാൻ നോർമലി എൻ്റെ അച്ഛൻ നല്ല ചെണ്ട വായിക്കും. സോ അച്ഛൻ്റെ അടുത്ത് ചെണ്ട പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടീമിലൊരു വൃന്ദവാദ്യത്തിനകത്തൊരു പെർക്കഷനിസ്റ്റ്, ഇന്ത്യൻ സ്റ്റൈലും നമ്മുടെ ഒരു ഫോക്ക് സ്റ്റൈൽ പെർക്കഷനിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ബാലുവണ്ണൻ എന്നെ അതിലോട്ട് ഇത് ചെയ്യായിരുന്നു. ദൈവഭാഗ്യം കൊണ്ടോ നമ്മൾ കൊണ്ടാണ് ബാലഭാസ്കറിൻ്റെ കഴിവറിയാമല്ലോ. ആ ടീമിലുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു 3 വർഷം വിൻ ചെയ്തു. അതിൽ ഗാനമേള ടീമിലെ മെയിൻ സിംഗറായിരുന്നു ഞാനും, പിന്നെ ഇതിനകത്തൊരു പെർക്കഷനിസ്റ്റായിട്ടും. അപ്പോൾ അതൊരു എൻ്റെ ഒരു മ്യൂസിക് കരിയറിനകത്ത് അതൊരു വലിയ വഴിത്തിരിവായി. ആക്ച്വലി നമ്മൾ ഇതുവരെ ചെയ്തു വന്നതല്ല. ഒരുപാട് നമ്മൾക്ക് ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിൽ എന്തൊക്കെ വേണം, ബീയിങ് എ മ്യൂസിഷ്യൻ എന്തൊക്കെ അപ്ഡേറ്റ് ചെയ്യണം, ഇതൊക്കെ ഒരു വാതായനങ്ങൾ തുറക്കണ സമയമായിരുന്നു. ആ ടൈമിൽ ഞങ്ങളുടെ സീനിയറായിട്ട് പഠിച്ച ആളാണ് ജാസി ഗിഫ്റ്റ്. അന്ന് ആ സമയത്ത് സൗത്ത് പാർക്കിൽ പാടുന്ന ആളാണ്, കീബോർഡിസ്റ്റ് ആണ് ജാസി അണ്ണൻ. അപ്പോൾ അന്ന് ഞങ്ങളുടെ കോളേജ് കഴിഞ്ഞിട്ട് ജാസി അണ്ണൻ നേരെ സൗത്ത് പാർക്കിൽ പാടാൻ പോകും രാത്രി. അപ്പം ഞങ്ങൾ കോളേജ് വിട്ടിട്ട് വൈകുന്നേര സമയങ്ങളിൽ കൂടും, ഏതെങ്കിലും ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഗിറ്റാറൊക്കെ വെച്ച് പാടും. എനിക്ക് അന്നൊരു വാക്ക്മാൻ ഉണ്ടായിരുന്നു, ശ്രീരാജ് എന്നൊരു ഫ്രണ്ടിൻ്റെയാണ്. അതൊക്കെ വെച്ച് ഞങ്ങൾ പാടി റെക്കോർഡ് ചെയ്ത് ചുമ്മാ കാഷ്വലായിട്ട് കുറേ വർഷങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പം ഒരുപാട് പാട്ടുകൾ, ഇപ്പം ജെത്രോട്ടൽ എന്ന് പറഞ്ഞ ബാൻഡ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ജാസിയണ്ണം കേൾപ്പിച്ചിട്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ജാസിയൻ്റെ വീട്ടിൽ പോകും, അരുവിക്കര.
ഞാൻ ജാസ്റ്റിന് ഗുലാമിലയുടെ ഗസൽസ് കൊടുക്കും. അപ്പോൾ ഞങ്ങൾ ഒന്ന് കാസറ്റ് കളക്ഷനായിരുന്നു. ഓക്കെ ഓക്കെ. ചെറിയ ചെറിയ പരിപാടി കിട്ടുന്ന പൈസ കൊണ്ട് കാസറ്റ്സ് മേടിക്കുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. ഞാൻ ഇവിടെ നിന്ന് ആറ്റിങ്ങിലൊക്കെ പോകും, ഒരു കാസറ്റ് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് പോകും. അതുവരെ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യും. ജത്രോട്ടൽ, ലൂസിയാന പാവറോത്തി, പിന്നെ എന്താണ്, അങ്ങനെ കുറേ ബാൻഡുകൾ. അപ്പം ഞാനൊക്കെ ഇൻ്റർനാഷണൽ മ്യൂസിക് കേട്ടു കൊടുക്കണം. അപ്പോഴാണ് എൻ്റെ ഏറ്റവും വലിയ 8ാം ക്ലാസ് 10ാം ക്ലാസ് ഉള്ളപ്പോഴും എനിക്കറിയാമെന്നുള്ള അടിപൊളി പാട്ടെന്നറിയാമോ? ചുരാ കെ ദിൽ മേരാ ഗോരിയാ ചല്ലി എന്ന് പറഞ്ഞ പാട്ടാണ്. എൻ്റെ കയ്യിൽ ആ കാസറ്റേ ഉള്ളൂ. അപ്പം ഞാനൊരു ഇൻ്റർനാഷണൽ മ്യൂസിക്കിലോട്ട് എൻ്റെ നമ്മുടെ ശ്രദ്ധ തിരിയുന്നതും ബാൻഡുകൾ ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കണതൊക്കെ ഇവരിപ്പോൾ ഫ്രണ്ട്സ് വന്നതിന് ശേഷമാണ്. സംഗീതത്തിൽ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന സ്ഥലമുണ്ട്, നമ്മളെ ഗുരുക്കന്മാർ പഠിക്കുന്ന സ്ഥലമുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടെന്നുള്ളതാണ്. അടുത്ത ആ സ്റ്റേജിലാണ് ഞാൻ ആക്ച്വലി കോളേജിൻ്റെ. അപ്പോൾ ഞാൻ എന്നെ വിലയിരുത്തുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ ആസ് എ ഹ്യൂമൻ ബീയിങ്, ആസ് എ മ്യൂസിഷ്യൻ, എൻ്റെ ഒരു ബർത്ത് പ്ലേസ് ആയിട്ട് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി കോളേജിൽ. ബിക്കോസ് ഞാൻ പഠിച്ച വിഷയം സുവോളജി ആണെങ്കിലും ഞാൻ അതൊന്നും പഠിക്കാതെ മ്യൂസിക് ഇതുവരെ പഠിച്ച, ഞാൻ 3 വയസ്സ് നേരത്തെ പറഞ്ഞില്ല, 3 വയസ്സ് തൊട്ട് എൻ്റെ 18 വയസ്സ് വരെ പഠിച്ച മ്യൂസിക് ഞാൻ റീവർക്ക് ചെയ്യുക, അതിനെ റീകൺസ്ട്രക്ട് ചെയ്ത് അതിലെ ശരികൾ തെറ്റുകൾ കണ്ടുപിടിക്കുക, അത് എനിക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ എടുക്കുക. ഒരു ഇൻസ്ട്രുമെൻറ്റിന് എങ്ങനെ ഞാൻ എനിക്ക് ഒരു ഇൻസ്ട്രുമെൻറ്റ് എനിക്ക് എൻ്റെ ബാൻഡ് കൺഫ്യൂഷൻ ബാൻഡ് എന്ന് പറഞ്ഞിട്ട് ബാൻഡ് ഉണ്ടായിരുന്നു. കേരളത്തിലെ ഫസ്റ്റ് ബോയ് ബാൻഡ് 1999 കേട്ടോ. അതാണ് കേരളത്തിലെ ആദ്യത്തെ ബോയ് ബാൻഡ് ബോയ്സ് ചേർന്നുള്ള ബാൻഡ്. ഇപ്പം നിങ്ങൾ ആയിരക്കണക്കിന് ബാൻഡുകൾ കാണും, ബാൻഡുണ്ട്, ഇഷ്ടംപോലെ ബാൻഡുണ്ട്. പക്ഷെ നമ്മൾ തുടങ്ങിയ സമയം 2000 മുന്നെയാണ്. 2000 ഞങ്ങൾ പെർഫോം ചെയ്ത് തുടങ്ങി. 1999 2000 ആയപ്പം ബാൻഡ് ഫോമായി. കൺഫ്യൂഷൻ, കോൺസെൻട്രേറ്റഡ് ഇൻ ഫ്യൂഷൻ എന്നാണ്. ഫ്യൂഷൻ. അപ്പം ആ ബാൻഡിൽ അന്ന് നിങ്ങൾക്കിപ്പോൾ അതിൻ്റെ കാസറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ചുമ്മാ അടിച്ചു നോക്കിയാൽ ചിലപ്പം നെറ്റിനകത്തൊക്കെ അവൈലബിൾ ആണ് കുറച്ച് സാധനങ്ങൾ. അന്ന് അതിൽ ചെയ്തിരുന്ന കുറേ കാര്യങ്ങൾ, അപ്പം അതൊക്കെ ഒരുപാട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ജത്രോട്ടൽ പോലുള്ള ബാൻഡുകൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ഒരു എന്തു പറയാൻ, എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ആർട്ടിസ്റ്റുണ്ട്, ട്രേസി ചാപ്മാൻ. ഇതൊക്കെ കേൾക്കുന്ന ആ സമയത്താണ്. അപ്പം നമുക്ക് അതുവരെ ഈ പറഞ്ഞ തേനുമയമ്പും യേശുദാസിൻ്റെ ദേവാങ്കണങ്ങളും മാക്സിമം പോയാൽ ഒരു എന്നെവളയെ ഒക്കെ നിൽക്കുന്ന ഒരാൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പ്രത്യേകത മനസ്സിലാവില്ല. അപ്പോൾ നമുക്കൊരു ഭയങ്കര ചാർജാവും. ഇതൊന്നും ഞാൻ ഇത്രയും കാലം കേട്ടില്ലല്ലോ എന്നൊരു നമ്മൾ തോട്ട് വരും. അതിനുവേണ്ടി മെനക്കെടും, ഇൻസ്ട്രുമെൻറ്റുകൾ വായിക്കാൻ ശ്രമിക്കും, പഠിക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു പഠനമായിരുന്നു ആക്ച്വലി. പിന്നെ എൻ്റെ ഒരു ഈ എന്താണ്, എല്ലാ തരത്തിലും നേരത്തെ പറഞ്ഞ ഒരു എക്കോസിസ്റ്റം അവിടെ കറക്റ്റായിരുന്നു. നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനും എക്സ്പെരിമെൻ്റ് ചെയ്യിപ്പിക്കാനും അതുപോലെ ലേൺ ചെയ്യാനും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഒരു 3 വയസ്സ് തൊട്ട് പഠിച്ച സാധനങ്ങൾ പിന്നെ ഒരു ഡിഗ്രി ടൈം വെച്ച് അൺലേണിങ് എന്നുള്ള പരിപാടിയായിരുന്നു. ഇതൊക്കെ എന്തൊക്കെയാണ് തെറ്റ് പൊട്ടത്തരമാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. എനിക്കൊരു സ്കെയിലിട്ടിട്ട് എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞാൽ എനിക്ക് പാടാൻ അറിയില്ല. ഒരു ശങ്കരാഭരണം പാടാം, ഒരു മേജർ സ്കെയിൽ പാടൂ, ഒരു മൈനർ പാടൂ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ചുമ്മാ ഒരു 4 കോഡ് തന്നാൽ പോലും പാടാൻ അറിയാത്തൊരു സ്ഥലത്ത് നിന്നിട്ട് അതിനുവേണ്ടി മെനക്കെട്ട് പ്രാക്ടീസ് ചെയ്ത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പം പാടുന്നതും പാടിക്കൊണ്ടിരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതൊക്കെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള പാട്ടാണ്. അല്ലാതെ എനിക്ക് കാഷ്വലായിട്ട് ചില ആൾക്കാരുണ്ട്, എനിക്ക് ഇൻബോൺ ടാലൻ്റ് ഇല്ല, ഉണ്ട്, ഞാൻ അത് ഇല്ല എന്നല്ല പറയണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം അതിനെക്കാട്ടിലും ഒരു 10-20 മടങ്ങ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാട്ടാണ് ഇപ്പോൾ ഉള്ളത് ആക്ച്വലി. എല്ലാവരും ശ്രദ്ധിക്കുന്നത് എനിക്ക് തോന്നുന്നത് സിനിമയില് ചേട്ടൻ തീം സോങ് പാടിയിട്ടുണ്ട്. ആദ്യം ടൈഗറിൽ പാടിയതല്ല, കമ്പോസറാണ്. ചിന്താമണി കൊലക്കേസിൽ ചേട്ടൻ പാടിയത്. അറിയാത്തവർക്ക് ഇതിപ്പം ഏത് ഇയർ ജനിച്ച്? ഞാൻ 91 ആകുമ്പോൾ 2005 ആകുമ്പോൾ എത്ര വയസ്സായി? 2005 33. അല്ലല്ല, മീൻസ് 2005 എത്ര വയസ്സ്? 2005 എത്ര വയസ്സ്? 14 വയസ്സ്. കുട്ടിക്ക് 14 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ആദ്യത്തെ പടം ചെയ്യണം. അതുകൊണ്ട് അറിഞ്ഞൂടാ. ഇല്ല, കുഴപ്പമില്ല, ഇത് ഇടണം. അല്ല, നിങ്ങൾ ജെൻസികളോട് എനിക്ക് പറയാനുള്ളതാണ്, അച്ചാച്ചൻ്റെ പടം ചുമ്മാ പറഞ്ഞാൽ എൻ്റെ പടം ഞാൻ ആദ്യം ചെയ്തത് 2005 ദ ടൈഗർ എന്ന് പറഞ്ഞത്. അതിൽ ഞാൻ മ്യൂസിക് ഡയറക്ടറായിരുന്നു. സെക്കൻഡ് പടമാണ് ചിന്താമണി കൊലക്കേസ്. അപ്പം അത് പാടിയതും മ്യൂസിക് ചെയ്തതും ഞാനാട്ടോ. അപ്പം നമ്മുടെ ജെൻസി കിഡ്സിനോട്, നമ്മുടെ ഫ്രണ്ട്സിനോടാണ് നിങ്ങളതൊക്കെ കേൾക്കണം. അപ്പം ഞാൻ അതിൽ തീം സോങ് ഇപ്പോഴാണല്ലോ തീം സോങ്സ് വ്യാപകമായിട്ട് വരുന്നത്. ഇതൊക്കെ 2005 സ്റ്റാർട്ട് ചെയ്തു. അന്ന് ഈ ഷാജി കൈലാസ്, ഡോൺ മാക്സ്,
അവരുടെയൊക്കെ ഒരു ടീമിനകത്ത് ഞാനുണ്ടായിരുന്നു. അവരുമായിട്ട് എങ്ങനെയാണ് കോൺടാക്ട് വരുന്നത്? എനിക്ക് എൻ്റെ ഫ്രണ്ടാണ് ഡോൺ മാക്സ്. അപ്പം ഞങ്ങളൊരു അതൊരു രസകരമായ കഥയാണ്. ഡോൺ മാക്സ് എന്ന് നമ്മുടെ കൈരളി ചാനലിലെ എഡിറ്ററാണ്. അപ്പോൾ അവനൊരു പടം കിട്ടി. പറഞ്ഞതുപോലെ എനിക്കൊരു പടം കിട്ടി, ഷാജി കലസിൻ്റെയാണ്. ഞാനത് എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഷാനൊരു കാര്യം ചെയ്യും, ഒരു പാട്ട് ചുമ്മാ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ പൈസയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ച് പൈസ തന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എല്ലാവരും കൂടെ വലിച്ചു വരിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റുഡിയോയിൽ പോയി. ഫ്രണ്ടിൻ്റെ അല്ലേ, ഞങ്ങളുടെ SS സ്റ്റുഡിയോയിലാണ്, കൃഷ്ണചേട്ടൻ സ്റ്റുഡിയോ. അന്ന് അവിടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, ബാലുവിനെ വഴിയൊക്കെ അറിയാം. അവിടെ പോയിട്ട് കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ട് ഒരു പാട്ടുണ്ടാക്കി. അത് സിനിമയ്ക്ക് കൊടുത്തു. അത് നല്ല ഭാഗ്യമായിരുന്നു, ആ സിനിമ നടന്നില്ല. ആ പടത്തിൻ്റെ പേര് IG അങ്ങനെ എന്തോ ആയിരുന്നു. അത് നടന്നില്ല. അത് ഷാജി കലസിൻ്റെ പടം തന്നെയാണ്. സെക്കൻഡ് ഒരു പടം അനൗൺസ് ചെയ്തപ്പോൾ വീണ്ടും ഡോൺ മാക്സിനെ തന്നെ സാർ എഡിറ്റിന് വെച്ചു. അപ്പം ഡോൺ മാക്സ് പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യും, നമ്മൾ ആ പാട്ട് വെച്ചിട്ട് ഇതേ സെയിം തീമൊക്കെ തന്നെയാണ്, അത് വെച്ചിട്ട് ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്ത് കാണിക്കാം, നമുക്ക് പ്രൊമോഷൻ വേണമല്ലോ. അപ്പം TV അന്ന് TV 5 ചാനൽ 6 ചാനലേ ഉള്ളൂ. TV ഒരു സാധനം വന്ന് എല്ലാവരും ശ്രദ്ധിക്കും. ഷാൻ്റെ കാര്യം ചെയ്യും, TV കൊണ്ടൊരു സാധനം ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നു. അപ്പോൾ അത് എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ കാണുന്ന ടൈഗറിൻ്റെ ആ ടൈറ്റിൽ സോങ് നിങ്ങൾ കാണാൻ പറ്റും വിഷ്വൽ. അത് അന്ന് എഡിറ്റ് ചെയ്തത് 2005 എഡിറ്റ് ചെയ്തിട്ട് സാറിനെ കാണിച്ചു. സാറിനെ കാണി ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളി. ഒരു ടൈറ്റിൽ സോങ് കൺസെപ്റ്റ് ഇല്ലല്ലോ അന്ന്, ഒരു ടോട്ടൽ സിനിമയുടെ ഒരു കൺസെപ്റ്റിലല്ലേ അത് വരുന്നത്. അപ്പോൾ കാളിയ വിഷധര ഭഞ്ജന കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് കാളിയ വിഷധര സുരേഷ് ഗോപി ഇങ്ങനെ തോക്കൊക്കെ വെച്ചിട്ട് തീരുന്ന ഷോട്ടും വണ്ടി വരുന്നതും 2-4 കട്ട് ചെയ്ത് പോകുന്നതും അങ്ങനെയൊക്കെയുള്ള കുറേ കട്ട്സ് ഉണ്ട് അതിനകത്ത്. ഡോൺ മാക്സിൻ്റെ ഒരു എന്താ ഐഡൻറ്റിറ്റി ഉള്ള എഡിറ്റിങ് ഭയങ്കര ആണ്. ഞാനൊരു ഭയങ്കര ഫാനാണ് ഡോണിൻ്റെ. ഡോൺ അത് കട്ട് ചെയ്ത് സാധനം കാണിച്ചപ്പോൾ ഫാന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അത് ഒരു കാര്യം ചെയ്യും, അത് പ്രൊമോഷൻ TV വിടാൻ പറഞ്ഞു. അങ്ങനെ TV വിടാനുള്ളൊരു ഇതായി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എൻ്റെ മ്യൂസിക് TV വരെയല്ലേ, ഭയങ്കര സന്തോഷം. അന്ന് ഇന്നത്തെ പോലെ അല്ല, യൂട്യൂബ് ഇല്ല, വാട്സാപ്പ് ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഒന്നുമില്ല. അന്നുണ്ട്, എന്താ ഉള്ളത്, ഓർക്കിട്ടുണ്ട്. അപ്പം ആ സമയത്ത് അത് പെട്ടെന്ന് സാർ അത് ഡിസൈഡ് ചെയ്തു, ഇതിൻ്റെ ഒരു ശകലം ഒരു പീസ് ഓഫ് മ്യൂസിക് നമുക്ക് സിനിമയിൽ യൂസ് ചെയ്യാം. അപ്പോൾ സിനിമയിൽ യൂസ് ചെയ്താൽ ഒബ്വിയസ്ലി ഞാൻ മ്യൂസിക് ഡയറക്ടർ ആവില്ല. എന്നാൽ അതിൽ മ്യൂസിക് ഡയറക്ടർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ രാജമണി ഉണ്ട് ആ സമയത്ത്. എൻ്റെ ഒരു സോങ് ഇതിനകത്ത് ചെയ്യാൻ പോകുന്നു. അപ്പം ചുളിവിന് ഞാൻ മ്യൂസിക് ഡയറക്ടർ. അപ്പോൾ ആ പാട്ട് അതിൽ പ്ലേസ് ചെയ്യായിരുന്നു. അങ്ങനെ ഈ എഡിറ്റ് കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിലൊരു സ്പിരിറ്റ് ഉണ്ട് ആ പാട്ടിനകത്തെ. ആ പാട്ടിലൊരു ഋതവും അങ്ങനത്തെ ഒരു ഫ്യൂഷൻ മ്യൂസിക് അല്ലേ ആ സമയത്ത്. ഞാനതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് ബാലുവണ്ണൻ്റെ ടീമിലുള്ളൊരു നമ്മൾ ആ ടീമിൻ്റെ ഒരു സ്പിരിറ്റാണ്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ഇന്നോവേറ്റീവായിട്ട് വർക്ക് ചെയ്യണം, ക്രിയേറ്റീവ് ആവണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചെടുക്കുന്ന സമയത്താണ് ഇത് വരുന്നത്. റൺ കമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റാപ്പും അങ്ങനെ കുറേ സാധനമൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. അത് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് സെക്കൻഡ് സോങ് മാധവ മഹാദേവ ചിന്താമണി കൊലക്കേസ് ഭയങ്കര ഹിറ്റായിരുന്നു. 100 ദിവസം ഓടിയ പടങ്ങൾ അതൊക്കെ. അതോടുകൂടി ഭയങ്കര പോപ്പുലറായി ആ ടൈമിൽ ഈ പറഞ്ഞ ഞാനപ്പോൾ ഏറ്റവും എനിക്കൊണ്ട് ഞാൻ ചിന്താമണി ചെയ്യുമ്പോൾ എനിക്ക് 23-24 വയസ്സേ ഉള്ളൂ. ആ ടൈമിൽ ഒരുപാട് എന്താ പറയുക ചാനലുകളും ഇതുള്ള പരിപാടി സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ടൈമിൽ ഇതിപ്പോൾ എൻ്റെ ഓഡിയോ ടൈഗറിൻ്റെ ഓഡിയോ നിങ്ങളിപ്പോൾ കേൾക്കുന്നത് മോണോ മിക്സ് ആണ്. ബിക്കോസ് ആ ടൈമിൽ സ്റ്റീരിയോ ഔട്ട്പുട്ടുള്ള TV ഇല്ല. TV സ്റ്റീരിയോ ഔട്ട്പുട്ട്സ് വന്നു തുടങ്ങുന്നേ ഉള്ളൂ നമ്മുടെ ഒരു ടെക്നോളജി. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മിക്സ് ആയിരുന്നു അത്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു പാട്ട് ഹിറ്റാക്കാൻ അല്ലെങ്കിൽ ഒരു സോങ് ഇപ്പോൾ ചിന്താമണി പോലുള്ളൊരു ടൈറ്റിൽ സോങ് ഹിറ്റാവാൻ വേണ്ടി ജസ്റ്റ് ഒരു പടത്തിൽ വന്നാൽ മതി അല്ലേ. സോഷ്യൽ മീഡിയയിലിട്ട് വളരെ പൈസ കൊടുത്താണെങ്കിലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അന്നത്തെ കാലത്ത് യൂട്യൂബും ഇല്ല, അങ്ങനെ ഒരു സ്ഥലത്ത്. അപ്പോൾ അതെൻ്റെ ഒരു നമ്മുടെ ഒരു യങ് ഏജാണ്. അറ്റ് ദ സെയിം ടൈം ഞാനൊരു ആർട്ടിസ്റ്റായിട്ട് എന്നെ വിലയിരുത്തുമ്പോൾ എനിക്ക് കുറച്ച് മുന്നേ ആയിപ്പോയോ എന്നൊരു സംശയം വരും. ബിക്കോസ് നമ്മുടെ അതിൻ്റെ ഈ പറഞ്ഞ ആ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മുടെ ഒരു എന്താണ് 2005 ഞാൻ പറഞ്ഞത് 5 കാലഘട്ടത്തിൽ ചെയ്ത സാധനം 2015 വരെ ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എൻ്റെ പേര് ഒന്ന് നെറ്റിൽ വരാൻ രജിസ്റ്റർ ആവാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഞാനൊരു ലോങ് 10 years വെയിറ്റ് ചെയ്യേണ്ടി വന്നു അല്ലേ. നിങ്ങൾക്കൊക്കെ ഒരു പാട്ട് പാടി ഇൻസ്റ്റാഗ്രാമിലിട്ട് ഇപ്പോൾ സ്റ്റാർ ആവുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ചിറാപ്പുഞ്ചി മഴയത്ത് എന്നൊരു സോങ് ഞാൻ റീസെൻ്റ്ലി കേട്ടു. ഹനാൻ ഷാ ഏതെങ്കിലും പടത്തിൽ പാടി ഹിറ്റായത് കേട്ടിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ആ ഒരു ട്രെൻഡ് ഇപ്പോൾ ഉണ്ട്. എനിക്ക് കീർത്തി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. അവൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് പാടിയിടുന്ന ഒരു എനിക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഹനാൻ ഷാൻ ഇഷ്ടമാണ്. ആര്യ ദയാൽ. ഇവരൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി വന്ന ആൾക്കാരാണ്.
അപ്പോൾ അത് എന്തെന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഒരു പവർ. ഇപ്പം എന്നെ ആൾക്കാർ എങ്ങനെയാണ് ഇപ്പം തിരിച്ചറിയണമെന്ന് അറിയാമോ? ഇതൊന്നും ആർക്കും അറിഞ്ഞൂടാ. നേരത്തെ ചോദിച്ചില്ല ചേട്ടൻ അത് പാടിയതാണെന്ന്, ഞാൻ പറഞ്ഞില്ല കമ്പോസറാണെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാനും ഇത്ര സിനിമ കണ്ടിട്ടൊന്നും ആർക്കും അറിയില്ല. ചേട്ടൻ്റെ മറ്റേ കവർ സോങ് കേട്ടിട്ടുണ്ട് എന്ന് പറയും. അപ്പം അത് കേൾക്കുമ്പം ഒരു എന്താ പറയുക, ആസ് എ ബീയിങ് ഒരു എന്താണ് ഒരു ഹ്യൂമൻ ബീയിങ് ഭയങ്കര സന്തോഷമാണ് നമ്മൾ തിരിച്ചറിയുന്നു. അറ്റ് ദ സെയിം ടൈം നമുക്കൊരു കുറച്ച് മുന്നേ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സാധാരണ ഒരു നമ്മളെല്ലാം സാധാരണക്കാരനല്ലേ, നമുക്ക് കുറച്ചും കൂടെ മുന്നേ ഇതൊക്കെ വന്നിരുന്നെങ്കിൽ. ഞാനൊക്കെ ഒരു പാട്ട് പാടിയിട്ട് എവിടെയെങ്കിലും ഒന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ചാനലിലൂടെ ഞങ്ങൾ കയറി ഇറങ്ങിയ സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ ഡിഗ്രിക്ക് നിങ്ങളുള്ള ഇപ്പോൾ യങ്സ്റ്റേഴ്സ് പാടി വീട്ടിലിരുന്ന് പാടിയിരുന്നില്ലേ, അത് ഒന്ന് ഒരു ACVയിലോ അല്ലെങ്കിൽ ഒരു ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ പ്ലസ്സിലോ എവിടെയെങ്കിലും റോസ് ബോളിലോ എവിടെയെങ്കിലും ഒന്ന് നമ്മുടെ പാട്ട് ഒന്ന് വെളി കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ചാൻസ്ലെസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഒരു മ്യൂസിക്കൽ ഞാൻ ആസ് എ എന്താ പറയുക ഇപ്പോൾ ഇരിക്കുന്ന മ്യൂസിഷ്യൻ ലെവലിൽ നിന്ന് അപ്പുറത്തൊട്ടാണ് ചിന്തിക്കുമ്പോൾ ഒരു പാവം പിടിച്ചൊരു പയ്യൻ ആ സമയത്തുനിന്ന് എനിക്കൊരു ഭയങ്കര ഒരു വിഷമം വരും. അറ്റ് ദ സെയിം ടൈം എനിക്കുണ്ടാകുന്ന മ്യൂസിക്കൽ എക്സ്പീരിയൻസസ്, ഇപ്പം നിങ്ങൾ കേൾക്കുന്ന ഒരു കവർ സോങ് ആയാലും, ഇപ്പം നന്മയുള്ള ലോകമേറ്റ 2020 വന്നത്, അത് ഇത്ര ഒരു സ്പിരിറ്റോടുകൂടി എനിക്ക് പാടാൻ പറ്റിയത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ്. അത് മീൻസ് എന്തുകൊണ്ടാണ് എനിക്കത് ഹൃദയത്തിൽ തട്ടുന്നതും, ഒരു പാട്ട് പാടുമ്പോൾ, ഒരു കാതിൽ തെന്മഴ പാടുമ്പോഴോ അല്ലെങ്കിൽ ഒരു എന്നെവളെ പാടുമ്പോഴോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക വെണ്ണിലവെ പാടുമ്പോഴോ ഒക്കെ എനിക്ക് വരുന്ന എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ടോട്ടൽ ജേണിയിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടും സന്തോഷമാണ്. അത് രണ്ടുമുണ്ട്. അതും അവിടെയും നമ്മൾ സ്ട്രഗിൾ ചെയ്യുമ്പോഴും അതിൽ സന്തോഷം ഉണ്ടായിരുന്നു. വി വിൽ ഡു സംതിങ് സം ഡേ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടായിരുന്നു. സ്റ്റിൽ നമ്മളെപ്പോഴും പറയുന്നല്ലോ, ഇതിനകത്തൊരു 2005 അന്നപ്പം സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും പോപ്പുലറാണ്. ഞാൻ കാണുന്ന അങ്ങനെയല്ല. ഇതൊരു 1000 പേര് കേൾക്കുമ്പോഴാണല്ലോ അതിനകത്തൊരു ഒരു അതിലെത്ര പേരുമായിട്ട് കണക്റ്റ് ആവും എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു പാട്ട് ഇപ്പം ഇഷ്ടമുള്ളൊരു പാട്ട് പറയുക, 5 പാട്ടിലൊരെണ്ണം പറയുക ഏതെങ്കിലും. ഇഷ്ടമുള്ളത് കിളിയെ കിളിയെ. വേറൊരു പാട്ട് പറയാം, ചക്രവർത്തിനി. അടുത്ത് CID മൂസയിലെ ഓക്കെ. വേർഡായിട്ടുള്ള പ്ലേലിസ്റ്റ് ആണ് കിളിയെ അല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് ഈ ചക്രവർത്തിനെ ഇഷ്ടപ്പെടണമെങ്കിൽ അത് എൻ്റെ പ്ലേലിസ്റ്റിൽ വേണം. അത് ഒരുപാട് പേര് കേൾക്കുമ്പം അത് ഡിസ്കസ് ചെയ്തിരിക്കണം. ചില ആൾക്കാരുടെ അടുത്ത് അത് പറയുമ്പോൾ അതെന്തൊരു സാലവഞ്ചികകൾ ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വച്ചു നീ നഗ്നപാതയായകത്തു വരൂ ചക്രവർത്തിനി അല്ലേ. അങ്ങനെ അതിൻ്റെ ഒരു ഫീലിങ്സ് നമുക്കറിയണം, അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കണം. അതിൻ്റെ ലിറിക്സ് നമ്മളെ ടച്ച് ചെയ്യണം. അതൊരു 10 പ്രാവശ്യമെങ്കിലും കേൾക്കേണ്ടി വരും. ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് മിസ് ചെയ്യപ്പെട്ട 10 വർഷത്തിനകത്ത് എൻ്റെ പാട്ടുകൾ ഒരുപാട് പ്രാവശ്യം കേൾക്കാൻ പറ്റുമായിരുന്നു ആൾക്കാർക്ക്. അത് ഞാൻ മിസ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ എനിക്കിപ്പോൾ എൻ്റെ ഒരു യൂട്യൂബിനകത്ത് വരുന്ന കമൻസിനകത്ത് ഏറ്റവും കൂടുതൽ അവരോട്ട് ഭയങ്കര എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ഭയങ്കര ഫീലിങ്സ് മറ്റേ നീ കാണുമോ തേങ്ങുമനിൽ അതൊക്കെ പാടും. അതൊക്കെ കേട്ടിട്ട് ആൾക്കാർ ഒരുപാട് പേര് ഇങ്ങനെ നമ്മളെ പാട്ടിനോടൊരു എന്താ പറയാൻ അവരോട്ട് കണക്റ്റ് ആയി. ഈ മ്യൂസിക്കിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഇപ്പം ഞാൻ പാടുമ്പോൾ അത് ശ്രീലക്ഷ്മിക്ക് അത് ഫീൽ ചെയ്യണം. അപ്പം ആ ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കലാണ് എൻ്റെ പഠിത്തം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ പാടുന്നത് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്ന എപ്പോഴെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മ്യൂസിക്കാലിറ്റി ഒരു ഫീലിങ്സുമായിട്ട് ടച്ച്, അത് എൻ്റെ മ്യൂസിക്കാലിറ്റി നിങ്ങളുടെ ഹാർട്ടോട്ട് ടച്ച് ആവണം. അങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ പണ്ടും ചെയ്യുമായിരുന്നു. അതൊന്ന് 10 വർഷം ഗ്യാപ്പ് എടുത്തു പോയി. അതിന് സാധ്യമല്ലാത്ത എക്സ്പോഷർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, അത് എത്തിയിട്ടില്ല. അതിനകത്തൊരു വിഷമമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അത് ഒരു നമ്മൾ കാലഘട്ടത്തിൻ്റെ ആവാം. ടെക്നോളജി ഇപ്പം ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പം ഇന്നൊരു പാട്ട് ശ്രീലക്ഷ്മി പാടി ഒരു 500 പേര് കേട്ടാൽ ആ 500 പേര് ഷെയർ ചെയ്താൽ മാത്രം മതി പാട്ട് വൈറലാവാൻ. അപ്പോൾ അതൊരു സാധ്യത കൂടുതൽ. നേരത്തെ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ റീസെൻ്റിലുള്ള ആർട്ടിസ്റ്റുകളുടെ അടുത്ത് ഇപ്പം ഞാൻ ഇന്നലെ അടുത്ത് എൻ്റെ സുഹൃത്ത് സംസാരിച്ചാൽ പറഞ്ഞു, ഞാൻ 2005 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 20 years ആയി ഞാൻ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ആസ് എ മ്യൂസിക് ഡയറക്ടർ വന്നിട്ട് 20 years ആയി. ഈ 20 years ആകുമ്പോഴും നമ്മൾ മത്സരിക്കേണ്ടത് ഇന്നലെ വന്ന ആൾക്കാരുടെ കൂടെ ആയിരിക്കും ഉറപ്പായിട്ടും. അപ്പം നമ്മൾ അതിനുവേണ്ടി ഏബിളാണോ ഈ ന്യൂജൻ പിള്ളേരുമായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇപ്പോഴും പാട്ട് കേൾക്കുന്ന ആൾക്കാരുടെ ഇടയിൽ എൻ്റെ പാട്ടുകളുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അതിനകത്ത് നിങ്ങൾ എപ്പോൾ വന്നു എന്താണെന്നൊന്നും ഉള്ളൊരു
ക്വസ്റ്റ്യനേ വരുന്നില്ല. നിങ്ങളതിൽ ഏബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ ആ ടെക്നോളജിയുമായിട്ട് ഇതായിരിക്കണം, അപ്ഡേറ്റ് ആവുന്നു. അപ്ഡേറ്റ് ആയിരിക്കണം. നിങ്ങൾ പാടുന്നത് ആൾക്കാരുമായിട്ട് കണക്റ്റ് ആയിരിക്കണം. ഉം. ന്യൂ ജെൻ ആണോ ഓൾഡ് ജെൻ ആണോ ഏത് ജെന്നാണെങ്കിലും മ്യൂസിക്കിന് അങ്ങനെ ഒരു ജെന്നില്ല. അതെ മ്യൂസിക്കിന് ഒറ്റ ഇതേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളതിലൊരു നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതുള്ളൂ. ആ ഐഡൻറ്റിറ്റി കീപ്പപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു, ആ ഐഡൻറ്റിറ്റി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.